ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047ഓടെ വികസിത രാജ്യം എന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിം ബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. आज PM किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में PM फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर किसान पर बोझ नहीं पड़ेगा. പ്രധാനമന്ത്രി PM കിസാൻ പദ്ധതിയുടെ 23ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ്ഗവിള ഗവേഷണ കേന്ദ്രത്തിൽ PM കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ലധികം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി.
കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം. കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളൂരുത്തി. സ്ലോവാക്ക് തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാട്ടിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 കണക്കിന് യോഗ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്യയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവെച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി. യോഗാ ദിനത്തിന് മുന്നോടിയായി UAEയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് se.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും.
നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.